തന്നെ. മലപ്പുറത്ത് പെരുമണ്ണക്ലാരിയിൽ UDF സഖ്യത്തിൽ ഭിന്നതയാണ്. UDF സഖ്യത്തിൽ നിന്ന് പിന്മാറിയ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെയില്ല. സീറ്റ് തർക്കം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നും പ്രവർത്തകർ ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്നൊക്കെയാണ് പെരുമണ്ണയിലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടത്തിന് സമാനമായി മറ്റൊരിടത്തു കൂടി UDFിലെ ഭിന്നത തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. പെരുമണ്ണയിലാണ് ഞാനുള്ളത്. പെരുമണ്ണയിലെ കോൺഗ്രസ് UDFുമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ധാരണ പാലിക്കാൻ കഴിയാത്തതിനാൽ UDFിൽ നിന്ന് പിന്മാറുകയാണ്, മത്സരത്തിന് പിന്മാറുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. നമ്മുടെ പരിശീലനം എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? ഞങ്ങൾ നിലവിൽ 5 സീറ്റാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. അധികം വന്ന 2 സീറ്റ് ആവശ്യപ്പെടുകയും അത് അവർ തിരകാൻ കഴിയില്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ്റോസ്കോ പ്രകാരം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 സീറ്റ് നൽകാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ 3 തവണ പഞ്ചായത്തിൽ മീറ്റിംഗ് നടന്നിട്ടും ഏതാണ് സീറ്റ് എന്ന് പറയാൻ പോലും അവർക്ക് കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വിടുകയും നിയോജക മണ്ഡലത്തിലും ഒരു തീരുമാനമാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ എത്തുകയും ജില്ലാ കമ്മിറ്റിയിൽ ഇവർക്കൊരു ധാരണ ഞങ്ങൾക്ക് തരാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഞങ്ങൾക്ക് തരുന്ന സീറ്റുകൾ ഏതാണെന്ന് പോലും ഇവർ പറയാതിരിക്കുകയും ഞങ്ങളെ നിലവിലെ സീറ്റിൽ 2 സ്ഥലത്ത് ഇവർ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവർ പറയുന്നത് ആ റിബൽ സ്ഥാനാർത്ഥിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ സീറ്റിൽ ഞങ്ങളോട് മത്സരിക്കാനാണ്. അത് അവിടെ നമ്മുടെ ജയത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിന് ബദലായിട്ട് 2 സീറ്റാണ് ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടത്. ഇത് ഇന്നലെ രാത്രി വരെ ഞങ്ങൾക്ക് ഇതുവരെ ആ സീറ്റിൻ്റെ ധാരണ ആക്കി തരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി അവസാനം ഒരു വനിതാ സീറ്റ് തരികയും ഒരു SC സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ SC സീറ്റിൽ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് ലീഗ് നേതാവ് ഞങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 5 വർഷമുള്ള വൈസ് പ്രസിഡന്റ് കാര്യത്തിൽ ഇവർക്ക് ധാരണ തരാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉറപ്പ് തരാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേരുകയും അതിൽ 100ഓളം ഭാരവാഹികൾ അഥവാ വാർഡ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പങ്കെടുക്കുകയും ഓരോരുത്തരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മൾ പറഞ്ഞ സീറ്റ് ആവശ്യപ്പെട്ട സീറ്റ് തരികയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് 5 വർഷം തരികയാണെങ്കിൽ UDF ആവുക എന്നുള്ളതും അല്ലാത്ത പക്ഷം നമ്മൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ശക്തമായ പഞ്ചായത്തിനെതിരെയുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ഇവിടെ നിലനിൽക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFിന് വിജയിപ്പിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ്സാണ് UDF. പക്ഷേ ഇവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരു മാറ്റവുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല, ഒരു മാറ്റവും ഇല്ല, മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് ജില്ലാ നേതൃത്വത്തെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ നേതൃത്വം പറഞ്ഞാൽ പോലും ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്നുള്ളത് പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. പൊന്മുണ്ടത്തിന് സമാനമായിട്ട് ഇടതുപക്ഷമായിട്ട് ഒരു ജനകീയ സഖ്യത്തിന് സാധ്യതകളുണ്ടോ ഇവിടെ? ഞങ്ങൾ എല്ലാ വശങ്ങളും ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ കോളിൽ നിന്ന് അഭിപ്രായം വന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഞങ്ങളുടെ ഭാരവാഹികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിനോട് യോജിച്ചു പോകാൻ CPMൻ്റെ ഒരു ജനകീയ മുന്നണിയുമായി യോജിച്ചു പോകാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ്, UDFിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു പ്രതിപക്ഷത്ത് അല്ല ഞങ്ങളുടെ ശത്രുപാളയത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോയി കെട്ടണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാതെ മാറി നിൽക്കാൻ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. നിങ്ങൾക്കുണ്ടായ ഈ ഒരു പ്രതിസന്ധി UDFിൻ്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ? ഞങ്ങൾ UDFിൻ്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ച്, അപ്പോൾ UDFിൻ്റെ ജില്ലാ നേതൃത്വം അവിടെ വെച്ച് നടന്ന ചർച്ച പ്രകാരം 2 സീറ്റിൽ തീരുമാനം ആയിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്നാണ് UDFിൻ്റെ നേതൃത്വം പറഞ്ഞത്. ഞാൻ UDFിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ UDFിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുകയാണ്. ഇവിടെ ഇന്നലെ പാർട്ടി കൂടി എടുത്ത തീരുമാനപ്രകാരം ഈ തീരുമാനം ആണെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അനുവദിച്ച 5 സീറ്റിൽ 3 വിമത സ്ഥാനാർത്ഥിയെ അവർ നിർത്തിക്കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് 2 സീറ്റാണ്. അധികം വന്ന 2 സീറ്റിൽ 1 തരാനും അവർ തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനവുമായിട്ട് വളരെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമായിട്ടോ മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപക്ഷം ലീഡർഷിപ്പുമായിട്ടൊന്നും ഇവിടുത്തെ കോൺഗ്രസിനോ ഇവിടുത്തെ UDFിനോ യാതൊരു പ്രതിഷേധ ഒന്നുമില്ല. ഇത് ഏതാനും ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് UDFിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് UDF ജില്ലാ നേതൃത്വമായിട്ടോ പഞ്ചായത്ത് നേതൃത്വമായിട്ടോ
UDF-ൻ്റെ പുറത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമായിട്ടും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ഭിന്നതയില്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാനായിരിക്കും നിർദ്ദേശം നൽകാൻ പോകുന്നത്? അത് ഞങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളുടെ വോട്ട് എങ്ങോട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ച് അറിയിക്കും, പ്രവർത്തകരെ അറിയിക്കും. ഈ വോട്ട് ആര് ജയിക്കണം തോൽക്കണമെന്ന് തീരുമാനിക്കാവുന്ന ശക്തിയുണ്ട്? തീർച്ചയായിട്ടും ഭൂരിപക്ഷം വാർഡുകളിലും അത് നമുക്ക് തീരുമാനിക്കാനുള്ള ആരാണ് ജയിക്കണം തോൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കും അല്ലേ? അതിനെക്കുറിച്ച് പിന്നീട് ഞങ്ങൾ ഇതുപോലെ തന്നെ പാർട്ടി അഭിപ്രായം തേടിയിട്ട് ഞങ്ങൾ എല്ലാ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ എല്ലാ ഭാരവാഹികളെയും വിളിച്ചിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഭൂരിപക്ഷ അഭിപ്രായമാണ് ഞങ്ങൾ തീരുമാനം എടുക്കാറ്. അതാണ് ഇവിടെ നിലപാടെടുത്തിരിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. പക്ഷേ നിലവിൽ UDF ആയിട്ട് മത്സരിക്കുന്നില്ല, എവിടെയും മത്സരിക്കുന്നില്ല. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പക്ഷേ ആര് ജയിക്കണം തോൽക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള വോട്ട് ഞങ്ങൾക്കുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുകയാണ്. പൊന്മുണ്ടത്തിന് സമാനമായ രീതിയിൽ പെരുമണ്ണയിലെ പ്രശ്നം വളരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചകൾക്ക് അവസരമുണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.